നഗരസഭയുടെ മേയറായ ആര്യ രാജേന്ദ്രന്റെ ഒരു ഷോ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ മുഖം രക്ഷിക്കുവാൻ വേണ്ടി, ഈ മുഖം മിനുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ കരമനജിത്ത്, തിരുവനന്തപുരം നഗരസഭയിൽ BJP ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ നഗരസഭയിലെ മാലിന്യത്തിന് പ്രതിഷേധം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പം പുറത്തു പറഞ്ഞ വാർത്ത, അത് നഗരസഭയിൽ മേയർ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലെ മിന്നൽ പരിശോധന നടത്തി തിരുവനന്തപുരത്തിലെ 2 പ്രമുഖ സ്ഥാപനമായ പോത്തീസിന്റെ സ്വർണ്ണമഹലും രാമേന്ദ്രനും നോട്ടീസ് കൊടുത്തിരിക്കുന്നു. പോത്തീസിന്റെ സ്വർണ്ണമഹൽ പൂട്ടി എന്നൊരു വാർത്ത പറഞ്ഞുണ്ട്. ഇത് നേരത്തെ ചെയ്യേണ്ട പ്രവൃത്തിയല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് BJP കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ തിരുവനന്തപുരത്തിലെ സകലമാന ഓടകളിലും അതുപോലെ തന്നെ ചെറു ഓടകളിലും ഒക്കെ മാലിന്യം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഡ്രെയിനേജ് മാലിന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പല പ്രാവശ്യം ഇത് സൂചനകൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. നാം നോക്കണേ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന സർക്കാരായിരുന്നാലും നഗരസഭയായിരുന്നാലും ഉയർന്നു പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്താണ്? മാലിന്യത്തിന്റെ വിഷയമാണ്. മാലിന്യവുമായി ബന്ധപ്പെട്ട് ജോയി മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം 45,000 രൂപ ആർക്കൊക്കെ ഫൈൻ അടച്ചെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഇവർക്ക് എന്തായിരുന്നു പണി? BJP ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 4 വർഷക്കാലം കൊണ്ട് ഈ ഭരണത്തിന്റെ കോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇച്ഛാശക്തിയായിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കാത്തതിനെ കുറിച്ചും അവരുടെ ഈ നഗരസഭയുടെ വിവിധ വിഭവങ്ങളിൽ പല വകുപ്പുകളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ നിരവധി പ്രാവശ്യം സഭയ്ക്കകത്തും പുറത്തും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രം, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ആ മേഖലയിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ രീതിയോടാണ് BJPക്ക് എതിർപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രവർത്തിക്കേണ്ടതൊന്നും BJP പറയുന്നില്ല. തീർച്ചയായിട്ടും ഉണർന്നു പ്രവർത്തിക്കണം. ഉണർന്നു പ്രവർത്തിക്കാത്തതാണ് BJP കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു ഒരു ആക്ഷേപമാണ് അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമയഴഞ്ചം തോടായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ നമ്മുടെ പാർവതി പുത്തനാരം മുള്ളൂർ തോടും ഒക്കെ ഈ പറയുന്ന കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മാലിന്യവാഹിനിയായി മാറിയിരിക്കുകയാണ്. കാരണം ഡ്രെയിനേജ് കക്കൂസ് മാലിന്യം നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ 32 വാർഡുകളിൽ മാത്രമേ ഭാഗികമായി ഡ്രെയിനേജ് സംവിധാനമുള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അമൃത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമൃതില് നമ്മുടെ ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഡ്രെയിനേജ് സംവിധാനം സുഗമമാക്കുന്നതിന് ഫസ്റ്റും സെക്കൻഡും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തതാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡിലും ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കുവാനും അതുപോലെ തന്നെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമൃത് 1ഉം 2 പൂർണ്ണമായിട്ടും ഡ്രെയിനേജ് സംവിധാനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ ഇവർ തയ്യാറായിട്ടില്ല? കേവലം 33% മാത്രമാണ് അമൃത് വഴിയുള്ള ഈ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ട തുകയിൽ 33% മാത്രമേ ചെലവഴിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡിലും ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഡ്രെയിനേജ് സംവിധാനം ഉള്ള വാർഡുകളിൽ പോലും അത് കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ള അപാകതകളും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കിള്ളിയാറ്, കരമനയാറ് നിങ്ങൾ നോക്കൂ. കരമനയാറ് ബാക്ടീരിയയുടെ അളവ് കേരളത്തിൽ ഒഴുകുന്ന നദികളിൽ 2ാം സ്ഥാനം കരമനയാറാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഡ്രെയിനേജ് മാലിന്യങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭവനങ്ങളിൽ നിന്നും ഒക്കെ ഒഴുകിവിടുന്നത് ഈ കരമനയാറും കിള്ളിയാറും പാർവതി പുത്തനാറും ആമയഴഞ്ചം തോട് വഴിയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ നഗരത്തിന്റെ ശുചീകരണത്തെ സംബന്ധിച്ചിടത്തോളം, ശുചീകരണ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം കെടുകാര്യസ്ഥതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ മറ്റൊരു ചോദിച്ചിട്ട്, ഇപ്പൊ ചെയ്ത പ്രവൃത്തി, അതായത് പോത്തീസും രാമേന്ദ്രനും നടപടി, അത് BJP പിന്തുണ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP ഇവിടെ പോത്തീസ് അല്ല, രാമേന്ദ്രയല്ല, ഇവിടെ ഭീമയല്ല, ആരായിരുന്നെങ്കിൽ ശരി തന്നെ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് തന്നെയാണ് ചൂണ്ടിക്കാണുന്നത്. നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ കഴിഞ്ഞ 4 വർഷമല്ല,
കഴിഞ്ഞ 45 വർഷം ഇവർ ഭരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമാണ് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭ. എന്തുകൊണ്ട് ഇപ്പോഴാണോ കാണാൻ പറ്റിയത്? ഇതിനു മുമ്പ് ഇവിടുത്തെ ഹെൽത്ത് വിഭാഗത്തിൽ എന്ത് പണിയാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഇത്തരം പരിശോധനകൾ എന്തുകൊണ്ട് നേരത്തെ നോക്കി കാണാൻ സാധിച്ചിട്ടില്ല? കാരണം ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രഹസനമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നോക്കിക്കോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പോത്തീസിന്റെ ജ്വല്ലറി മാൾ അടച്ചുപൂട്ടുവാനുള്ള നോട്ടീസ് കൊടുത്ത അടച്ചുപൂട്ടുവാൻ 3 തുറക്കും. ഇത് തുറക്കും, അത് സംശയം വേണ്ട. ഒരു കൃത്യമായ നടപടി എടുക്കുവാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി പല ഇടപെടലുകളും പല ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത് രാമചന്ദ്ര എത്രയോ പ്രാവശ്യം പൂട്ടിയതാണ്. ബുഹാരി പട്ടിയിറച്ചി വിതരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുഹാരിയുടെ ഹോട്ടലിന്റെ അടുക്കളയിൽ നിന്നും പല അവശിഷ്ടങ്ങളും കണ്ടെടുത്തു എന്നുള്ള കാര്യം നമ്മൾ പച്ചയായ സത്യമാണ് ഇവിടെ. അത് ആ ഹോട്ടലിൽ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുകയും തുറക്കുകയും ചെയ്തു. ഇവിടെ പൂട്ടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ശക്തമായ പരിശോധന കൃത്യമായി നടത്താത്തതിന്റെ അപാകത തന്നെയാണ് ഈ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം നഗരസഭയിലെ ഈ നഗരസഭയുടെ പരിധിയിൽ വരുന്ന ജലസ്രോതസ്സുകൾ മുഴുവൻ മാലിന്യമുക്തമായിരിക്കുകയാണ്. അത് പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നാലും ശരി തന്നെ, ഡ്രെയിനേജ് മാലിന്യമായിരുന്നാലും ശരി തന്നെ, ഈ പറയുന്ന മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മാലിന്യ പുഴകളായി മാറിയിരിക്കുകയാണ് കടമനയാറും കിള്ളിയാറും അതുപോലെ തന്നെ തോടുകളായ പാർവതി പുത്തനാറും ആമയിഴഞ്ചൻ തോടും ഒക്കെ ഈ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന സൂക്ഷ്മമായി അത് ഏതോ വാട്സപ്പ് നമ്പറിൽ അയച്ചപ്പോഴാണ് ഇത് പിടിക്കപ്പെട്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർക്ക് ഈ പരിശോധന ഓരോ സ്ഥാപനങ്ങളിലും കയറി ഇവരുടെ ഡ്രെയിനേജ് സംവിധാനം ശരിയാണോ, അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം ശരിയാണോ, പരിശോധിക്കാണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിലേ ലൈസൻസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു ബിൽഡിങ്ങിന് ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ, TC കൊടുക്കണമെങ്കിൽ ഇത്തരം സംവിധാനം ഉണ്ടാകണമെന്ന് എന്തിനേറെ പറയുന്നു. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഭവനങ്ങളിൽ മറ്റൊരു താങ്കൾ പറയുന്ന രീതിയിലാണ് ഞാൻ മനസ്സിലായത്. പോത്തീസും രാമേന്ദ്രനെ പൂട്ടിയത് ഇത് വെറും ഷോ ആയിട്ട് കാണാം. ഇത് നമ്മുടെ നഗരസഭയുടെ മേയറായ ആര്യ രാജേന്ദ്രന്റെ ഒരു ഷോ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ മുഖം രക്ഷിക്കുവാൻ വേണ്ടി, ഈ മുഖം മിനുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ മൊത്തം മാറിയല്ലോ. ഇവര് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പരാജയപ്പെട്ട ഒരു മുഖമാണല്ലോ മേയർ ആര്യ രാജേന്ദ്രന്റെ മുഖം. ആ മുഖം മിനുക്കുവാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ ഓടി നടന്ന് ഈ കാര്യങ്ങൾ. എന്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷം ഈ പണി ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 4 വർഷം അവരുന്നല്ലോ, 45 വർഷത്തിന്റെ കഥ അവിടെ ഇരിക്കട്ടെ, പക്ഷെ 4 വർഷം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴേ ഇവിടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല വ്യവസായികളും വ്യാപാര സ്ഥാപനങ്ങളും പല നേതാക്കന്മാരുടെയും ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.